മാനസാന്തരത്തിൻ്റെ പടവുകൾ. ഞാൻ യോഗ്യനല്ല യേശുവേ, നിൻ സ്നേഹം പ്രാപിപ്പാൻ. ഞാൻ യോഗ്യനല്ല യേശുവേ, നിൻ നന്മ പ്രാപിപ്പാൻ. എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ മാനിച്ചു, എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ മാനിച്ചു. ഇത്ര നല്ല സ്നേഹമേ നന്ദി. പാപപങ്കിലമായ ജീവിതപാതകളിൽ നിന്നും തിരിച്ചറിവുകളുടെ പൂർണ്ണതയിൽ മാനസാന്തരത്തിന്റെ പടവുകൾ കടന്ന് ദൈവിക വഴികളിൽ സഞ്ചരിക്കുന്നവരുടെ ആത്മഭാഷണങ്ങൾ. മാനസാന്തരത്തിന്റെ പടവുകൾ. ഭയങ്കരമായി മദ്യപാനവും ഭയങ്കരമായ ദേഷ്യ സ്വഭാവത്തിനുടമയായി തീർന്നു ഞാൻ. എൻ്റെ വീട്ടിൽ ഞാൻ ചെന്നാൽ ഒരു ഭ്രാന്ത് പിടിച്ച ഒരു മനുഷ്യൻ വീട്ടിലെങ്ങനെ പെരുമാറുമോ അങ്ങനെയായിരുന്നു എൻ്റെ ഭവനം. നീ ഇങ്ങനെ പ്രാർത്ഥന സ്ഥലത്തെല്ലാം നിൻ്റെ മകനെ കൊണ്ടുപോയിട്ടൊരു വ്യത്യാസവും വരുന്നില്ലല്ലോ, ഇന്ന സ്ഥലങ്ങളിൽ കൊണ്ടുപോയാൽ വ്യത്യാസങ്ങൾ വരും എന്ന് പറഞ്ഞ് മറ്റ് അക്രൈസ്തവ മാർഗങ്ങളിലേക്ക് എൻ്റെ ജീവിതത്തിന് വ്യത്യാസം വരാൻ വേണ്ടി എൻ്റെ മാതാപിതാക്കൾ മനസ്സില്ലാ മനസ്സോടെ എന്നെ കൊണ്ടുപോവുക പതിവായിരുന്നു. എൻ്റെ 24-ാമത്തെ വയസ്സിൽ എന്നെ വിട്ടുപോയ മദ്യപാനം ഇന്നിപ്പോൾ 25 വർഷം കഴിഞ്ഞു, ഇന്ന് വരെ അത് മടങ്ങി വന്നിട്ടില്ല. ഞാൻ തീർന്നിട്ടും. മാനസാന്തരത്തിന്റെ പടവുകളുടെ ഇന്നത്തെ അധ്യായത്തിൽ നാം പരിചയപ്പെടുന്നത് തിരുവനന്തപുരം ജില്ലയിൽ വട്ടപ്പാറ ചിറ്റാഴ സ്വദേശി സുവിശേഷകൻ അലക്സ് മരുതൂറിന്റെ ജീവിതാനുഭവങ്ങളും സാക്ഷ്യങ്ങളുമാണ്. സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് തന്നെ ലഹരിക്കടിമയായി പാപപങ്കിലമായ ജീവിത വഴികൾ സ്വന്തമാക്കിയ അലക്സിന്റെ ജീവിതത്തിൽ യേശു ക്രിസ്തുവിന്റെ സ്നേഹം വരുത്തിയ മാറ്റങ്ങൾ ഇന്ന് അനേകർക്ക് പ്രചോദനത്തിന്റെ ജീവിത സാക്ഷ്യമായി മാറുന്നു. ഇന്ന് ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലും ഭൂട്ടാൻ, നേപ്പാൾ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിലുമായി ക്രിസ്തുവിന്റെ സാക്ഷിയായി നിരവധി സുവിശേഷീകരണ പ്രവർത്തനങ്ങൾക്ക് അലക്സ് മരുതൂർ നേതൃത്വം വഹിക്കുന്നു. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ ചാനലിലൂടെ എൻ്റെ സാക്ഷ്യത്തെ പറയുവാനും ദൈവം എന്നെ വിടുവിച്ച വിധങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാനും ദൈവം തന്ന ഭാഗ്യപദവിക്കാൻ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ പേര് അലക്സ് മരുതൂർ. തിരുവനന്തപുരം ജില്ലയിൽ വട്ടപ്പാറയ്ക്ക് സമീപം മരുതൂർ എന്ന ഒരു കൊച്ചു ഗ്രാമത്തിൽ ജനിച്ച് വളർത്തപ്പെടുവാൻ സർവശക്തനായ ദൈവം എന്നെ സഹായിച്ചു. ജനിച്ചത് ക്രൈസ്തവ കുടുംബത്തിലാണെങ്കിലും എൻ്റെ മാതാപിതാക്കളുടെ ആഗ്രഹത്തിനൊക്കെ വിപരീതമായി എൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തോടനുബന്ധിച്ച് എൻ്റെ ജീവിതം മാറിമറിയാൻ ഇടയായിത്തീർന്നു. എൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തോടനുബന്ധിച്ച് ഞാൻ മദ്യപാനത്തിനും കൂട്ടുകെട്ടിനും അടിമപ്പെട്ട് ഒരു ക്രൈസ്തവ കുടുംബത്തിലാണ് ജനിച്ച് വളർന്നതെങ്കിലും ദൈവവുമായി യാതൊരു ബന്ധവുമില്ലാതെ ഞായറാഴ്ച മാത്രം ചർച്ചിൽ പോകും, ആരാധനയിൽ പങ്കെടുക്കും, തിരിച്ചു വരും. അവിടുത്തെ ഗായകസംഘത്തിൻ്റെ പാട്ടിലും പ്രാക്ടീസിലൊക്കെ ആയിട്ട് ചിലവഴിച്ച് തിങ്കൾ മുതൽ ശനി വരെ പിന്നെ എനിക്കിഷ്ടമുള്ള ജീവിതം നയിക്കുന്ന ഒരു രീതിയായിരുന്നു എൻ്റെ ജീവിതം. എൻ്റെ പപ്പ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. അമ്മ പിന്നെ എൻ്റെ ഇളയ സഹോദരി, ഞങ്ങൾ 4 പേരടങ്ങുന്നതാണ് ഞങ്ങളുടെ കുടുംബം. എന്നാൽ എൻ്റെ അമ്മ എല്ലാ ദിവസവും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ ജീവിതത്തിന് വ്യത്യാസം വരാൻ വേണ്ടി എല്ലാ ദൈവമക്കളോടും പറഞ്ഞ് പ്രാർത്ഥിക്കും. അന്ന് അറിയപ്പെടുന്ന പ്രാർത്ഥനാ സ്ഥലങ്ങളിലെല്ലാം എന്നെ പ്രാർത്ഥനയ്ക്കായിട്ട് കൊണ്ടുപോകുമായിരുന്നു. എന്നാൽ അവിടെ ഒന്നും എൻ്റെ ജീവിതത്തിന് വ്യത്യാസം വരാതെ മാതാപിതാക്കൾക്കെന്നും തലവേദനയായി വേദന മാത്രം കൊടുത്ത് ജീവിച്ച് വളർന്നു വരുമ്പോൾ ഞങ്ങൾ വീടിന് സമീപത്ത് മറ്റ് അക്രൈസ്തരായ സഹോദരിമാർ അമ്മയുമായിട്ടുള്ള നല്ല സ്നേഹബന്ധത്തിലായിരിക്കുമ്പോൾ അമ്മയോട് പറഞ്ഞു, നീ ഇങ്ങനെ പ്രാർത്ഥന സ്ഥലത്തെല്ലാം നിൻ്റെ മകനെ കൊണ്ടുപോയിട്ടൊരു വ്യത്യാസവും വരുന്നില്ലല്ലോ, ഇന്ന സ്ഥലങ്ങളിൽ കൊണ്ടുപോയാൽ വ്യത്യാസങ്ങൾ വരും എന്ന് പറഞ്ഞ് മറ്റ് അക്രൈസ്തവ മാർഗങ്ങളിലേക്ക് എൻ്റെ ജീവിതത്തിന് വ്യത്യാസം വരാൻ വേണ്ടി എൻ്റെ മാതാപിതാക്കൾ മനസ്സില്ലാ മനസ്സോടെ എന്നെ കൊണ്ടുപോവുക പതിവായിരുന്നു. എന്നാൽ അവിടെയൊന്നും എൻ്റെ ജീവിതത്തിന് വ്യത്യാസം വന്നില്ല. 10ാം ക്ലാസ് കഴിഞ്ഞ് ഞാൻ IT പഠനം, ഡിപ്ലോമ പഠനം കഴിഞ്ഞിട്ട് ജോലിയിൽ പ്രവേശിച്ചു. ആ സമയത്തും എൻ്റെ ജീവിതം അങ്ങനെ തന്നെയായിരുന്നു. ദൈവവുമായി യാതൊരു ബന്ധവുമില്ലാതെ ഞായറാഴ്ച മാത്രം ഞാൻ ദൈവമുള്ള ബന്ധത്തിൽ ജീവിച്ച് വളർന്നു വരുന്ന ശീലമായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. എന്നാൽ എൻ്റെ 24-ാമത്തെ വയസ്സിൽ ഞാൻ ജോലി ചെയ്തു വരുമ്പോൾ തന്നെ എൻ്റെ
ഒരു കൂട്ടുകാരൻ എന്നെ ഒരു വീട്ടിലെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ക്ഷണിച്ചു. എനിക്ക് ഞങ്ങളുടെ ചർച്ചിൽ ആരാധന വിട്ട് മറ്റൊരു കൂട്ടായ്മയിൽ പോവുക എനിക്ക് ശീലമില്ല. അങ്ങനെയുള്ള ആരാധന പങ്കെടുക്കുക എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു അനുഭവമായിരുന്നു. കൈയടിച്ച് പാടുക, ഉറച്ച് പ്രാർത്ഥിക്കുക, സ്തോത്രം ഹല്ലേലൂയ പറയുക, ഇങ്ങനെയൊക്കെ ഉള്ള രീതികൾ എനിക്ക് തികച്ചും അറപ്പുള്ള ഒരു അനുഭവത്തിലൂടെയായിരുന്നു ഞാൻ കടന്നുപോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ആ ഭവനത്തിലെ പ്രാർത്ഥന കൂട്ടായ്മ ഞാൻ പങ്കെടുക്കുമ്പോൾ അവിടെ കേട്ട പ്രാർത്ഥനയും അവിടെ കേട്ട ആരാധനയും ഒക്കെ എൻ്റെ ജീവിതത്തെ തിരികെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. ഞാൻ മനോഹരമായി ദൈവം ഞാൻ ജനിച്ച മുതലേ പാടുവാൻ കഴിവ് തന്നു. ഒരുപാട് സമ്മാനങ്ങൾ ഞാൻ അങ്ങനെ പാട്ടുപാടി സമ്മാനം വാങ്ങിയിട്ടുണ്ട്. പക്ഷേ ആ കൂട്ടായ്മയിൽ ഞാനിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനോട് ചോദിച്ചു, ഇതുപോലെ കൈയടിച്ച് നിനക്ക് പാടാൻ പറ്റുമോ, ഇവർ പ്രാർത്ഥിക്കുന്നത് പോലെ നിനക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ എന്ന് എന്നോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചോദിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, ദൈവമേ, എനിക്ക് ഇതുപോലെ പ്രാർത്ഥിക്കാൻ അറിയില്ല, ഇതുപോലെ കൈയടിച്ച് നീ പാട്ടുപാടാൻ അറിയില്ല എന്ന് ഞാൻ എന്നെ തന്നെ സമ്മതിച്ചു. പക്ഷേ അന്നെന്തോ മനസ്സോടെ ഒക്കെ ആ പ്രാർത്ഥന കൂട്ടായ്മ ഇരുന്ന് ഞാൻ അവിടുന്ന് എഴുന്നേറ്റ് പോയി. പിന്നെയും ആ സഹോദരൻ എന്നെ പിന്നെയും ആ കൂട്ടായ്മയിലേക്ക് കൊണ്ടുപോയി. മനസ്സോടെയാണ് ഞാൻ അവിടെ പോയതെങ്കിലും എൻ്റെ അമ്മയുടെ കണ്ണുനീർ, എൻ്റെ പപ്പയുടെ കണ്ണുനീർ, എന്നെ സൺഡേ സ്കൂൾ പഠിപ്പിച്ച ടീച്ചർമാരുടെ കണ്ണുനീർ, എൻ്റെ സഭയിലെ ശുശ്രൂഷന്മാരുടെ കണ്ണുനീർ, എൻ്റെ ബന്ധുമിത്രാദികളുടെ കണ്ണുനീർ ദൈവത്തിൻ്റെ സ്ഥലം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ ദൈവം എൻ്റെ പിന്നാലെ നിഴൽ പോലെ എൻ്റെ പിന്നാലെ ദൈവം കൂടെ ഉണ്ടായിരുന്നു. ആ പ്രാർത്ഥന കൂട്ടായ്മയിൽ ഞാനിരിക്കുമ്പോൾ പിന്നെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് സംസാരിക്കാൻ തുടങ്ങി. ഞാൻ ദൈവത്തിന് മുമ്പാകെ എന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചു. ഞാൻ ദൈവത്തോട് പറഞ്ഞ, കർത്താവേ, എൻ്റെ ജീവിതം ഞാൻ പൂർണ്ണമായി സമർപ്പിക്കുന്നു. എൻ്റെ മാതാപിതാക്കൾ വിചാരിച്ചിട്ട് നടക്കാത്തൊരു മാനസാന്തരം, ഞാൻ തന്നെ വിചാരിച്ചിട്ട് നടക്കാത്തൊരു മാനസാന്തരം, ഒരുപാട് പ്രാർത്ഥനാ സ്ഥലത്തും അല്ലാത്ത സ്ഥലങ്ങളിൽ പോയി പങ്കെടുത്തിട്ടും ഓരോ കാര്യങ്ങൾ ശീലിച്ചിട്ടും എൻ്റെ ജീവിതത്തിൽ വരാത്തൊരു മാനസാന്തരം, കർത്താവേ, നീ എനിക്ക് തന്നാൽ ഞാൻ അങ്ങയുടെ മകനായി ജീവിക്കാം എന്നൊരു തീരുമാനം ഞാൻ എടുത്തു. ഭയങ്കരമായി മദ്യപാനവും ഭയങ്കരമായി ദേഷ്യ സ്വഭാവത്തിനുടമയായി തീർന്നു ഞാൻ. എൻ്റെ വീട്ടിൽ ഞാൻ ചെന്നാൽ ഒരു ഭ്രാന്ത് പിടിച്ച ഒരു മനുഷ്യൻ വീട്ടിൽ എങ്ങനെ പെരുമാറുമോ അങ്ങനെയായിരുന്നു എൻ്റെ ഭവനം. എൻ്റെ ഭവനത്തിൽ സാത്താന്യമായ പ്രയാസങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് ആ പഴയ ഭവനം ഇടിച്ച് കളഞ്ഞ പപ്പ പുതിയ വീട് വെച്ചു. ആ വീട് പൂർത്തീകരിച്ച് ആ ആഴ്ചയിൽ തന്നെ പിന്നെയും ആ വീട്ടിനകത്ത് പ്രശ്നങ്ങളായി. അവിടെയുള്ള വീടിനകത്തുള്ള ഫർണിച്ചർ അടിച്ചു പൊട്ടിച്ചു. അങ്ങനെ ഭയങ്കരമായ പ്രയാസങ്ങൾ പിന്നെയും ആ വീട്ടിൽ വെച്ച് ഉണ്ടായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ ഞാൻ എത്തപ്പെടുന്നത്. ഞാൻ അവിടെ ചെന്ന ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് മാറ്റാൻ കഴിയാത്ത ഒരുപാട് സ്വഭാവ വൈകല്യങ്ങളുണ്ട്, അത് ദൈവം മാറ്റി തന്നാൽ ഞാൻ അങ്ങയുടെ മകനായി ജീവിക്കും എന്നൊരു തീരുമാനം ഞാൻ ദൈവത്തോട് പറഞ്ഞു. എൻ്റെ 24-ാമത്തെ വയസ്സ് വരെയും ഞാൻ കർത്താവിന് വേണ്ടി നിൽക്കണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് മരണകരമായ പല അപകടങ്ങൾ എൻ്റെ ജീവിതത്തിൽ നേരിട്ടപ്പോഴും മരണത്തിന് എന്നെ വിട്ടുകൊടുക്കാതെ ഈ സ്നേഹവാനായ ദൈവം എൻ്റെ പിന്നാലെ ഉണ്ടായിരുന്നു. ഞാൻ പകലാ കൂട്ടായ്മയിൽ ഞാൻ ഇരിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തെ തുറന്നു കൊടുത്തു. എൻ്റെ ഉള്ളിലേക്ക് എൻ്റെ കർത്താവ് വന്ന് വാസം ചെയ്യാൻ തുടങ്ങി. എൻ്റെ ജീവിതത്തിൽ അന്നു മുതൽ വ്യത്യാസം വരാൻ തുടങ്ങി. എൻ്റെ നടപ്പുകൾ, എൻ്റെ പ്രവൃത്തി, എൻ്റെ സംസാരം എല്ലാം മാറാൻ തുടങ്ങി. ജീവിതശൈലി തന്നെ ദൈവം മാറ്റാൻ തുടങ്ങി. എന്നാൽ എൻ്റെ 24-ാമത്തെ വയസ്സിൽ എന്നെ വിട്ടുപോയ മദ്യപാനം ഇന്നിപ്പോൾ 25 വർഷം കഴിഞ്ഞു. ഇന്ന് വരെ അത് മടങ്ങി വന്നിട്ടില്ല. ഇന്ന് വരെ എൻ്റെ ജീവിതത്തിൽ അന്ന് ഞാൻ വിട്ടുകളഞ്ഞ ദുസ്വഭാവങ്ങളൊന്നും മടങ്ങി വരാതെ വണ്ണം എൻ്റെ ദൈവം എന്നെ നടത്തുന്നു. കഴിഞ്ഞ 25 വർഷമായി ഭാരതത്തിൻ്റെ അകത്തും പുറത്തുമായി സുവിശേഷ വേല കടന്നു പോകുവാൻ ദൈവം എന്നെ സഹായിച്ചു. ഞാൻ സുവിശേഷ വേല ആരംഭിക്കുന്ന ലവ് ആർമി ക്രൂസൈഡ് എന്ന് പറയപ്പെടുന്ന ഒരു മിഷണറി ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ടാണ് സുവിശേഷ വേല ആരംഭിക്കുന്നത്. നീണ്ട 13 വർഷം ആ ശുശ്രൂഷയുമായി ചേർന്ന് പ്രവർത്തിപ്പാൻ സർവശക്തനായ ദൈവം എന്നെ സഹായിച്ചു. അവിടെ ഒരു പാട്ടുകാരനായി ഞാൻ ശുശ്രൂഷ ആരംഭിച്ചു. അത് കഴിഞ്ഞ് അവിടുത്തെ കൊയർ ടീമിൻ്റെ ലീഡറായി ഞാൻ തീർന്നു. അതുമായി ബന്ധപ്പെട്ട ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് ഭാരതത്തിലുടനീളം യാത്ര ചെയ്ത് കർത്താവിൻ്റെ നാമത്തെ പല ഭാഷയിൽ പാടി മഹത്വപ്പെടുത്തുവാൻ ഈ ബലഹീനായ എന്നെ ദൈവം സഹായിച്ചു. അതുമാത്രമല്ല, അയൽ രാജ്യമായ ബംഗ്ലാദേശ്, ഭൂട്ടാൻ, നേപ്പാൾ തുടങ്ങിയ രാജ്യങ്ങളിൽ കർത്താവിൻ്റെ നാമം നിമിത്തം കാൽ ചവിട്ടുവാൻ, പ്രാർത്ഥിപ്പാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, സാക്ഷിപ്പാനൊക്കെ ദൈവം എൻ്റെ ജീവിതത്തിൽ ഭാഗ്യം തന്നു. 2013 ഞാൻ ലവ് ആർമി ക്രൂസ് എന്ന ശുശ്രൂഷയിൽ മാറി. ഇപ്പോൾ സ്വതന്ത്രമായി ഞാൻ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. കർത്താവ് അയക്കുന്നിടത്തെല്ലാം കടന്നുപോയി ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം എന്നെ അയച്ചുകൊണ്ടിരിക്കുന്നു. ഇതുവരെയും ദൈവം എന്നെ നടത്തി. എന്നാൽ ഇതിനിടയ്ക്ക് 2003 എൻ്റെ വിവാഹം കഴിഞ്ഞു. എൻ്റെ വിവാഹം കഴിയുന്നതിന് മുൻപ് എൻ്റെ വീട്ടുകാർക്കെല്ലാം ഞാനൊരു ചോദ്യചിഹ്നമായിരുന്നു. കാരണം എൻ്റെ അപ്പൻ്റെ അമ്മയുടെ ആഗ്രഹം, പപ്പ പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നതുകൊണ്ട് എന്നെ ഒരു ഗവൺമെൻറ് ജോലിക്കാരനാക്കണം, മദ്യപാനമെല്ലാം മാറി സഭയിലെ കാര്യങ്ങൾക്കെല്ലാം നന്നായിട്ട് പ്രവർത്തിച്ച് ഒരു നല്ല നടപ്പിൽ ഉള്ള ആളിനെയാണ് അവർ പ്രതീക്ഷിച്ചത്. പക്ഷേ ഞാൻ മുഴുവൻ സമയം സുവിശേഷ വേലയായി തീർന്നപ്പോൾ മുതൽ പ്രശ്നങ്ങൾ ആരംഭിച്ചു. സാമ്പത്തികമായ പ്രയാസത്തിലൂടെ ഞാൻ കടന്നു പോകേണ്ടതായിട്ട് വന്നു. അപ്പോൾ എൻ്റെ വിവാഹ സമയം എത്തിയപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചു, ഇനി നീ ഇപ്പോൾ ഒറ്റയ്ക്കാണ്, നീ വിവാഹം കഴിഞ്ഞ് അതിൻ്റെ കുടുംബത്തെ നീ എങ്ങനെ പോറ്റും, നിനക്ക് ഒരു സ്ഥിര വരുമാനമില്ലല്ലോ. ഞാനിതിനു മുമ്പ് ഇതുപോലെ എന്നോട് ആരെങ്കിലും സംസാരിച്ചാലും, വീട്ടുകാരോ എൻ്റെ ബന്ധുക്കളോ ആരും സംസാരിച്ചാലും
എനിക്ക് ഇഷ്ടമില്ലാത്ത വാക്കുകൾ പറഞ്ഞാൽ ഞാൻ അവരെ വളരെ പരുഷമായി അവരോട് സംസാരിക്കുകയും ചീത്ത പറയുകയും ചെയ്യുമായിരുന്നു. എന്നാൽ എൻ്റെ ജീവിതത്തിൽ ഈ രൂപാന്തരം വന്നതിന് ശേഷം ഞാൻ അവരോടൊന്നും മറുപടി പറയാതെ എൻ്റെ ദൈവത്തെ സ്ഥലത്തിൽ പോയിരുന്ന ദൈവത്തോട് മാത്രം ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. ദൈവമേ, ഇതിനെല്ലാം അവിടെ നിന്ന് മറുപടി തരണം. എന്നെ വിളിച്ചു വേർതിരിച്ചത് അങ്ങാണ്, അങ്ങയുടെ വേലയ്ക്ക് വേണ്ടി എന്നെ വിളിച്ചത് അങ്ങാണ് എന്ന് പറഞ്ഞ് ഞാൻ ദൈവത്തിന് മുമ്പാകെ എന്നെ തന്നെ സമർപ്പിക്കുമായിരുന്നു. പ്രിയമുള്ളവരെ, ഞാൻ ഒരു സുവിശേഷ വേലക്കാരനാകാൻ വേണ്ടി ആഗ്രഹിച്ചവനല്ല. ഞാനൊരു ദൈവ പൈതലായി തീരാൻ ആഗ്രഹിച്ചവൻ. എന്നാൽ ദൈവത്തിൻ്റെ ഹിതം മറ്റൊന്നായിരുന്നു. എന്നെ ദൈവം ഒരു സുവിശേഷ വേലക്കാരനാക്കി മാറ്റി. ഒരു ബൈബിൾ കോളേജിൽ പോയി പഠിക്കാനുള്ള ഭാഗ്യമൊന്നും എനിക്കുണ്ടായിട്ടില്ല. ദൈവദാസന്മാർ വചനം പഠിപ്പിക്കുമ്പോൾ, എൻ്റെ പ്രാർത്ഥന മുറിയിൽ ഞാനിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ, ബൈബിൾ വായിക്കുമ്പോൾ ഒക്കെ ദൈവം എന്നോട് സംസാരിക്കുന്ന വചനങ്ങൾ ഞാനൊരു മെസ്സേജായി രൂപാന്തരപ്പെടുത്തി ഞാൻ പിന്നെ അത് വചന ശുശ്രൂഷയിൽ പ്രവേശിപ്പാൻ ദൈവം എന്നെ സഹായിച്ചു. 2003 വിവാഹം കഴിഞ്ഞു. 7 വർഷം എനിക്ക് മക്കളില്ലായിരുന്നു. ഞങ്ങൾ ട്രിവാൻഡ്രം ജില്ലയിൽ തന്നെ ഒരുപാട് അറിയപ്പെടുന്ന ഹോസ്പിറ്റലുകളിൽ ഇതുമായി ബന്ധപ്പെട്ട് ചികിത്സയ്ക്കായി കടന്നുപോയി. അവിടെയെല്ലാം ഡോക്ടർമാർ പറഞ്ഞു മക്കളെ കിട്ടുകയില്ല എന്ന്. എന്നാൽ ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് അടൂരിലെ ലൈഫ് ലൈൻ ഹോസ്പിറ്റൽ വരെ പോയി ട്രീറ്റ്മെൻറ്റ് ചെയ്തു. അവിടെയുള്ള ട്രീറ്റ്മെൻറ്റ് സാധാരണ 98% അവിടെ സക്സസ് ആണ്. പക്ഷേ ഞങ്ങളുടെ ജീവിതത്തിൽ അവിടെയും ഒരു വിജയം വരിപ്പാൻ കഴിഞ്ഞില്ല. അന്ന് ആ ദിവസങ്ങളിൽ ഞാൻ വളരെ നിരാശപ്പെട്ട് ഞങ്ങളെ ബെഡ്റൂമിലിരുന്ന് ഭാര്യയുടെ കൈ പിടിച്ച് ഞാനും ഭാര്യയോട് തീരുമാനമെടുത്തു. ഞാൻ പറഞ്ഞു, ഇനി ദൈവം മക്കളെ തന്നാലും തന്നില്ലെങ്കിലും ഈ ദൈവത്തെ തന്നെ സേവിക്കാം എന്നൊരു തീരുമാനം ഞങ്ങൾ ആ ബെഡ്റൂമിലിരുന്ന് എടുക്കാനായിട്ടിടയായി. എൻ്റെ അപ്പനമ്മ തൊട്ടടുത്ത മുറിയിൽ ഉറങ്ങുന്നുണ്ട്. എൻ്റെ സഹോദരിയും കുടുംബം എൻ്റെ വീട്ടിൽ എന്നോട് കൂടെ ഉണ്ടായിരുന്നു. ഒരു മറ്റു റൂമിലാണ്. ഇവരാരും ഞങ്ങളുടെ തീരുമാനം അറിഞ്ഞില്ല. എന്നാൽ അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിയുമ്പോൾ ഞങ്ങളൊരു പ്രാർത്ഥനാ കൂട്ടായ്മ നടത്താൻ വേണ്ടി ഞാനൊരു ഭാര്യയുമായി ഒരു പ്രാർത്ഥനാ കൂട്ടായ്മ നടത്താൻ വേണ്ടി ഒരു വീട്ടിലേക്ക് ചെന്നു. അവിടെ ചെല്ലുമ്പോൾ ആ ദേശത്ത് വിസിറ്റ് ചെയ്ത് ട്രാക്റ്റ് കൊടുത്ത് ഭവനങ്ങൾ തോറും കയറി ഇറങ്ങി പ്രാർത്ഥിക്കുക ദൈവദാസന്മാർ അവിടെ വന്നു. അപ്പോൾ ആ വീട്ടിലെ സഹോദരി പറഞ്ഞു, ഇവിടെ ഇന്നൊരു കൂട്ടായ്മയുണ്ട്, പങ്കെടുത്തിട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അവരവിടെ ഇരുന്നു. എനിക്ക് അവരെ പരിചയമില്ല. ഞാനൊരു ഭാര്യ അവിടെ ചെന്നപ്പോൾ ആ സഹോദരി പറഞ്ഞു, ഇങ്ങനെ 1-2 ദൈവദാസന്മാർ എവിടെയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ആരാധന നടത്താം, അതിലൊരാൾ ദൈവനം പ്രസംഗിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദൈവദാസൻ വചനം പ്രസംഗിക്കാൻ തുടങ്ങി. വചനം പ്രസംഗിച്ച് പകുതിയായപ്പോൾ അദ്ദേഹം വചന ശുശ്രൂഷ നിർത്തിയിട്ട് പറഞ്ഞു, ഡോക്ടർമാരിൽ ആശ്രയിച്ചിട്ട് മരുന്ന് കഴിച്ചിട്ട് സുഖം വരാതെ ജീവിതത്തിൽ നിരാശപ്പെട്ട് ഇന്ന് ദൈവം പ്രവർത്തിച്ചാൽ മതിയെന്ന് പറഞ്ഞ് തീരുമാനമെടുത്ത ഒരു കുടുംബത്തെ ദൈവം കാണിക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ കുറച്ച് ഒരു 4-5 സഹോദരിമാരും മാത്രമുണ്ട്. പിന്നെ ഞാനൊരു ഭാര്യയുമായുള്ളൂ. അവിടെ നിന്ന് സഹോദരിമാരെല്ലാം 50 വയസ്സിന് മുകളിലോട്ടുള്ള പ്രായമുള്ള സഹോദരിമാരാണ്. അവരോട് പറഞ്ഞു, നിങ്ങളുടെ മക്കളാരെങ്കിലും ആയിരിക്കാം, നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും അങ്ങനെ ആയിരിക്കാം, അങ്ങനെയുള്ള ആരെങ്കിലും ആണെങ്കിൽ അവരോട് പോയി പറയണം, ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുന്നു എന്ന് പറയാൻ പറഞ്ഞു. കൂട്ടായ്മയെല്ലാം കഴിഞ്ഞു. ആശീർവാദം പറഞ്ഞു. ഞാൻ ആ ദൈവദാസൻ്റെ അടുക്കിലേക്ക് ചെന്നു. ഞാൻ അദ്ദേഹത്തെ ആദ്യമായി കാണുന്നു, അദ്ദേഹം എന്നെ ആദ്യമായിട്ട് കാണുന്നതാണ്. ഞങ്ങൾ പോയി പറഞ്ഞു, ദൈവദാസനെ, നിങ്ങൾ പറഞ്ഞ കുടുംബം ഞങ്ങളുടെ കുടുംബമാണ്. ഞങ്ങളാണ് ദൈവത്തിൽ തീരുമാനമെടുത്തത്. ഞങ്ങൾ ബെഡ്റൂമിൽ ഞങ്ങൾ മാത്രം അറിഞ്ഞ ദൈവത്തിൽ എടുത്ത തീരുമാനം അറിഞ്ഞ ഒരു ദൈവദാസനിലൂടെ തിരികെ ഞങ്ങളോട് സംസാരിക്കാൻ തുടങ്ങി. ഞങ്ങൾ ആ ദൈവദാസന് മുമ്പ് പ്രാർത്ഥിച്ചു. പിറ്റേ മാസം എൻ്റെ ഭാര്യ ഗർഭിണിയായി. അത്ഭുതകരമായ ദൈവം ഞങ്ങൾക്കൊരു കുഞ്ഞിനെ ജീവിതത്തിൽ സംഭവിച്ച വഴിതെറ്റിയ ദുരനുഭവങ്ങളിൽ നിന്നും ക്രിസ്തു സ്നേഹത്തിൽ പിടിക്കപ്പെട്ട അലക്സിന്റെ ജീവിതം ഇന്ന് അനേകർക്ക് പ്രചോദനമാണ്. കഴിഞ്ഞ 25 വർഷങ്ങളായി സുവിശേഷീകരണ രംഗത്ത് ഗായകനായും സുവിശേഷ പ്രസംഗകനായും ജീവിതം തുടരുകയാണ് അലക്സ് മരുതൂർ. എണ്ണമില്ല നന്മകളെന്നിൽ ചൊരിയും വന്ദയെ ഓർക്കുമ്പോ നന്ദിയല്ലതൊന്നുമില്ലപ്പാ എൻ്റെ നാവാൽ ചൊല്ലിടുവാനാ, സ്തോത്രമല്ലതൊന്നുമില്ലപ്പാ എൻ്റെ നാവാൽ ചൊല്ലിടുവാനാ. എണ്ണമില്ല നന്മകളെന്നിൽ ചൊരിയും വന്ദയെ ഓർക്കുമ്പോ നന്ദിയല്ലതൊന്നുമില്ലപ്പാ എൻ്റെ നാവാൽ ചൊല്ലിടുവാനാ, സ്തോത്രമല്ലതൊന്നുമില്ലപ്പാ എൻ്റെ നാവാൽ ചൊല്ലിടുവാനാ. നിത്യസ്നേഹമോർക്കുമ്പോൾ വൻ കൃപകളോർക്കുമ്പോൾ
എങ്ങനെ സ്തുതിക്കാതിരുന്നിടും. ആ കരുണയോർക്കുമ്പോൾ വൻ ത്യാഗമോർക്കുമ്പോൾ എങ്ങനെ വാഴ്ത്താതിരുന്നിടും. യേശുവേ. അവനിപ്പോൾ 14 വയസ്സായി 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. പക്ഷേ അവൻ 4.25 വയസ്സ് അവനാകുമ്പോൾ ഞങ്ങൾ ആന്ധ്രാപ്രദേശിൽ സുവിശേഷ വേലയുമായി ബന്ധപ്പെട്ട് ആന്ധ്രാപ്രദേശിൽ പോകുവാനായിട്ട് ഇടയായി. അവിടെ നമ്മുടെ കേരളത്തിൽ സാധാരണ ജലദോഷവും പനിയും സർവ്വസാധാരണമായിരിക്കുന്ന പോലെ അവിടെ മലേറിയയും ടൈഫോയിഡും സർവ്വസാധാരണമാണ്. അവിടെ ചെന്ന് അവിടുത്തെ വെള്ളം കുടിച്ചിട്ട് അവൻ ടൈഫോയിഡ് വന്നു. പനിയും വയറിളക്കവുമായിരുന്നു വന്നത്. അത് ഒന്ന് നോർമലായി ഞങ്ങൾ തിരിച്ച് റോഡ് മാർഗ്ഗമാണ് തിരിച്ച് കേരളത്തിലേക്ക് വന്നത്. തിരിച്ച് ഞങ്ങൾ കേരളത്തിലെത്തുന്നവരെ അവന് വേറെ ബുദ്ധിമുട്ടില്ല. അത് കഴിഞ്ഞ് അവൻ ബാക്കി അവൻ്റെ കാര്യത്തിൽ സ്കൂളിലെ കാര്യത്തിലൊക്കെ പൊയ്ക്കൊണ്ടിരുന്നു, ബാക്കി കാര്യങ്ങളെല്ലാം പൊയ്ക്കൊണ്ടിരുന്നു. എന്നാൽ ഒരു ദിവസമായപ്പോൾ വിട്ടുമാറാത്ത പനി, ഒരാഴ്ചയോളം പനി തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരുവനന്തപുരം SAT ആശുപത്രിയിൽ ഞങ്ങളുടെ മകനെ അഡ്മിറ്റ് ചെയ്തു. ഐസൊലേഷൻ വാർഡിലാണ് അവൻ അഡ്മിറ്റ് ചെയ്തത്. ഡോക്ടർമാർ ഓരോ പരിശോധന നടത്താനായിട്ട് ആവശ്യപ്പെട്ടു. ബ്ലഡ് പലയിടത്തും പരിശോധനയ്ക്ക് അയച്ചു. അവസാനം പബ്ലിക് ഹെൽത്ത് ലാബിൽ ഞങ്ങളുടെ മകൻ്റെ റിസൾട്ട് കിട്ടുമ്പോൾ അതിൽ സ്ഥിരീകരിക്കപ്പെട്ടു അവന് ടൈഫോയിഡാണ്. അന്ന് നമ്മുടെ കേരളത്തിൽ എലിപ്പനി ഡെങ്കിപ്പനി എല്ലാം വർദ്ധിച്ച് ഒരുപാട് പേർ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലയളവായിരുന്നു. എന്നാൽ സ്തോത്രം, ഈ ടൈഫോയിഡ് എന്ന് കേട്ട് ഞാൻ റിസൾട്ട് വാങ്ങി എൻ്റെ 2 വീലറിൽ ഞാൻ ആശുപത്രിയിലേക്ക് വരുമ്പോൾ ഞാൻ ദൈവത്തിന് സ്തോത്രം പറഞ്ഞ് വരികയായിരുന്നു. ദൈവമേ, എലിപ്പനിയോ ഡെങ്കിപ്പനിയോ നല്ലതിനായി സ്തോത്രമെന്ന് പറഞ്ഞ് ഞാൻ ആ ഹോസ്പിറ്റലിലേക്ക് വന്ന് എൻ്റെ വൈഫിനെ വിളിച്ച് ഈ റിസൾട്ട് ഞാൻ വൈഫിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. അവൾ ആ ഡോക്ടർമാരെ ഏൽപ്പിച്ചിട്ട് അന്ന് വരെ അവന് ചെയ്ത ചികിത്സകളും അവന് ചെയ്ത പരിശോധന എല്ലാം നോക്കിയിട്ട് ഡോക്ടർമാർ പറഞ്ഞു, ഇവൻ്റെ ആന്തരിക അവയവങ്ങളെല്ലാം ഈ രോഗമാണ് ബാധിച്ചു കഴിഞ്ഞു. കിഡ്നിയെ ബാധിച്ചു, കരളിനെ ബാധിച്ചു, ഹാർട്ടിനെ ബാധിച്ചു, ശ്വാസകോശത്തെ ബാധിച്ചു കഴിഞ്ഞു, ചെറുകുടൽ വൻകുടലിൽ ദ്വാരം വീഴാൻ സാധ്യതയുണ്ട്, സർജറി വേണമെന്നൊക്കെ ഞങ്ങളോട് പറഞ്ഞു. ഓരോ ദിവസം കഴിയുന്തോറും അവൻ്റെ നില വളരെ മോശമായി തുടങ്ങി. ആൻറ്റിബയോട്ടിക് കൊടുക്കുമ്പോൾ അത് കുറയേണ്ടതാണ്. പക്ഷേ ആൻറ്റിബയോട്ടിക് കൊടുക്കുമ്പോൾ എൻ്റെ ശരീരം പ്രതികരിക്കാതെയായി. അവൻ്റെ നില വഷളായി. അവനെ ഒബ്സർവേഷൻ വാർഡിൽ നിന്ന് നേരെ ICUലേക്ക് അവനെ മാറ്റി. അവിടെ മാറ്റുന്നതിന് മുമ്പ് തന്നെ ഇവൻ പരസ്പര ബന്ധമില്ലാത്ത വാക്കുകൾ പറയാൻ തുടങ്ങി. ഞങ്ങൾ മനസ്സിലാകാത്ത വാക്കുകളൊക്കെ അവൻ പറയാൻ തുടങ്ങി. അപ്പോൾ അവൻ്റെ ഭാര്യ ഒന്ന് പറഞ്ഞു, ഈ പനി തലയ്ക്ക് പിടിച്ചതെന്ന് കേട്ടിട്ടുണ്ട്, അതുപോലെയുള്ള പ്രയാസത്തിലൂടെ അവൻ പോകുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അങ്ങനെയൊന്നുമല്ല, നമ്മൾ 7 വർഷം പ്രാർത്ഥിച്ച് ദൈവം തന്ന കുഞ്ഞല്ലേ, അവൻ അങ്ങനെ പ്രയാസമൊന്നും വരികയില്ല എന്ന് പറഞ്ഞെങ്കിലും ഡോക്ടർമാർക്ക് സംശയം ഇവൻ്റെ തലച്ചോറിനെ രോഗമാണ് ബാധിച്ചോ എന്ന്. അങ്ങനെ നട്ടലിൽ നിന്ന് കുത്തിയെടുത്ത് 3 ബോട്ടിലുള്ള ഫ്ലൂയിഡ് എൻ്റെ കയ്യിലാണ് ഏൽപ്പിച്ചത്. ഞാനത് വളരെ കരച്ചിലോടെയാണ് അത് കൊണ്ടുവന്ന് ലാബിലേക്ക് പോയി കൊടുത്തത്. എൻ്റെ മോൻ എത്രയും ഒരു പ്രയാസം അനുഭവിക്കേണ്ടി വന്നല്ലോ കർത്താവേ, ഈ കുഞ്ഞു പ്രായത്തിൽ അവൻ നട്ടലിൽ നിന്ന് കുത്തിയെടുക്കേണ്ടി വന്നല്ലോ എന്ന് പറഞ്ഞ് കരച്ചിലോടെയാണ് ഞാനത് കൊണ്ടുപോയി കൊടുത്തത്. ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഇത് റിസൾട്ട് വരുമ്പോൾ അവർ ബുദ്ധിമുട്ടില്ലാന്ന് കേൾക്കണമെന്ന് പ്രാർത്ഥിച്ചാണ് കൊണ്ടുപോയത്. എന്നാൽ റിസൾട്ട് വരുമ്പോൾ അറിഞ്ഞത് അവൻ്റെ ബ്രെയിനിനെയും ആ രോഗമാണ് ബാധിച്ചു എന്നുള്ളതാണ്. അതോടെ എൻ്റെ പ്രാർത്ഥന കുറഞ്ഞു. പിന്നെ പ്രാർത്ഥിക്കാൻ ഭയമാണ്. കാരണം പ്രാർത്ഥിക്കുമ്പോഴെല്ലാം നേരെ ഓപ്പോസിറ്റാണ് റിസൾട്ട് വന്നുകൊണ്ടിരുന്നത്. അവൻ്റെ നില വഷളായി, അവൻ്റെ കണ്ടീഷൻ വളരെ മോശമായി. ഫുള്ള് മെഷീനിൽ അവനെ കണക്ട് ചെയ്തു. അവൻ്റെ ഓരോ ദിവസം കഴിയുന്തോറും വളരെ നില വഷളായിക്കൊണ്ടിരുന്നു. അവിടുത്തെ മെയിൻ ഡോക്ടർ സന്തോഷ് കുമാർ എന്ന് പറയും. അദ്ദേഹം അന്ന് ഞങ്ങളുടെ മകനെ നോക്കിയ യൂണിറ്റിൻ്റെ ചീഫ് ഡോക്ടറായിരുന്നു. പിന്നത്തിൽ അദ്ദേഹം SAT സൂപ്രണ്ടായി മാറി. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് എന്നോട് ഡയറക്റ്റായിട്ട് പറഞ്ഞു, നിങ്ങളുടെ മോൻ്റെ നില വളരെ ക്രിട്ടിക്കലാണ്, എന്തും സംഭവിക്കാം. ഇനി ഇപ്പോൾ സ്റ്റേജിൽ നിന്ന് അല്പമെങ്കിലും താഴോട്ട് പോയാൽ പിന്നെ കാര്യങ്ങളെല്ലാം ഞങ്ങളുടെ കൈവിട്ട് പോകും. നിങ്ങൾ പറയേണ്ട ബാധ്യത ഞങ്ങൾക്കാണ്, അതുകൊണ്ട് പറയുന്നു എന്ന് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു. ആ സ്റ്റെപ്പ് ഡോക്ടറെ കാണാൻ വേണ്ടി പോകുമ്പോൾ തന്നെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു പോയി, കർത്താവേ, എൻ്റെ മനസ്സിനെ മുറിപ്പെടുത്ത് തകർക്കുന്ന വാക്കുകൾ പലതും ഡോക്ടറും പറയാം, പക്ഷേ അതൊന്നും എൻ്റെ മൈൻഡിൽ ഇരിക്കരുതേ കർത്താവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചോടെ ഞാൻ കയറിപ്പോയത്. ഡോക്ടർ ഒരുപാട് കാര്യങ്ങളോട് പറഞ്ഞു, പക്ഷേ ചില കാര്യങ്ങൾ മാത്രമേ ഇപ്പോഴും എൻ്റെ മൈൻഡിലുള്ള പ്രിയമുള്ളവരെ, അതൊന്നും എൻ്റെ മനസ്സിലിരിക്കാതെ ദൈവം അതെല്ലാം എന്നെ മാറ്റി തന്നു. ഞാൻ ആ സ്റ്റെപ്പ് ഇറങ്ങി തിരിച്ച് താഴേക്ക് വരുമ്പോൾ ആരും കാണാതെ ഒരു സ്ഥലത്ത് പോയിരുന്ന് അവിടെ ഒരു കേടായി കിടന്ന ഒരു ഓട്ടോറിക്ഷ അതിനകത്ത് കയറിയിരുന്ന് ശബ്ദം കേൾക്കാതെ ഞാൻ വിരലകത്ത് കടിച്ചു വെച്ച് ഞാൻ പൊട്ടി കരയാൻ തുടങ്ങി. എൻ്റെ ബന്ധുക്കളും പ്രിയപ്പെട്ടവരും എൻ്റെ സഹശുശ്രൂഷയെല്ലാം അടുത്തടുത്തുണ്ട്. അവരാരും കേൾക്കാതെ ഞാൻ മാറിയിരുന്ന് കരഞ്ഞു. പിന്നത്തേതിൽ അവിടെ ICUവിൽ കണ്ടീഷൻ വളരെ മോശമായിക്കൊണ്ടിരുന്നു. ഡോക്ടർമാർ പറഞ്ഞു, ഇവനെ ഞങ്ങൾ വെന്റിലേറ്ററിലേക്ക് മാറ്റുകയാണ്. കാരണം BP എല്ലാം ലോയായി വെന്റിലേറ്ററിലേക്ക് മാറ്റി. ആ സമയത്ത് നല്ലൊരു നേഴ്സ് അവിടെ ഉണ്ടായിരുന്നു. എൻ്റെ ഭാര്യയോട് പറഞ്ഞു, ഇവൻ്റെ ഫാദർ കണ്ടിട്ടുണ്ട്, ഇവിടെ വന്നതിന് ശേഷം ഇല്ലയെന്ന് പറഞ്ഞു. എന്നെ അവിടെ ICUവിലേക്ക് കയറ്റി എന്നെ ഒന്ന് കാണിച്ചു. ഞാൻ തിരിച്ച് താഴേക്ക് ഇറങ്ങി വന്നു. കണ്ടീഷൻ വളരെ മോശമായി. എൻ്റെ മകൻ്റെ അടുത്ത് കിടന്ന് 5 കുഞ്ഞുങ്ങൾ അടുത്തുള്ള സമയങ്ങളിൽ മരിച്ചുപോയി.
ഞങ്ങളും പേടിച്ചു, ഞങ്ങളുടെ മകനെ ജീവനോടെ തിരികെ കിട്ടുമോ എന്ന് ഞങ്ങൾ ഭയപ്പെട്ടു പോയ നിമിഷങ്ങളുണ്ടായിരുന്നു. അവസാനം ദൈവത്തോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ദൈവമേ, ജീവനായാലും മരണമായാലും അങ്ങയുടെ കൃപ എനിക്ക് തരണം, എന്നെ തരണം ചെയ്യാനുള്ള കൃപ എനിക്ക് തരണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു. എന്നാൽ പ്രിയമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ജീവനുള്ള ഒരു സത്യദൈവമുണ്ട് എന്നുള്ള ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ എനിക്ക് വ്യക്തമായി. അനേക ദൈവമക്കൾ അവന് വേണ്ടി പ്രാർത്ഥിച്ചു. അവൻ ജനിച്ചപ്പോൾ തന്നെ ഒരു ദൈവദാസൻ ഞങ്ങളുടെ അടുക്കിലേക്ക് വന്നു. ഞങ്ങളുടെ മകനെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, അവനെ ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കണമെന്ന് പറഞ്ഞു. അദ്ദേഹം ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി എൻ്റെ മകനെ സമർപ്പിച്ചതാണ്. ഈ സ്തോത്രം ഈ പ്രയാസത്തിലൂടെ കടന്നു പോയപ്പോൾ ഡോക്ടർമാരെല്ലാം അതിശയം നിൽക്കുമ്പോൾ എൻ്റെ മകനെ അത്ഭുതകരമായി ദൈവം സൗഖ്യമാക്കി. ഡോക്ടർമാർ പറഞ്ഞു, ഇവൻ്റെ രോഗാണുവിനെ ശരീരത്തിന് പുറത്തെടുത്തിട്ട് ആ രോഗാണുവിൽ മരുന്ന് ഇഞ്ചക്ട് ചെയ്യുമ്പോൾ രോഗാണു ചാകുന്നുണ്ട്. പക്ഷേ ഇവൻ്റെ ശരീരത്തിനകത്തേക്ക് ഈ ഇഞ്ചക്ഷൻ ചെയ്യുമ്പോൾ ഇവൻ്റെ ശരീരം പ്രതികരിക്കുന്നില്ല, വളരെ ഇമ്മ്യൂണിറ്റി പവർ വളരെ കുറവാണെന്ന് പറഞ്ഞു. പക്ഷേ ദൈവം അത്ഭുതകരമായി എൻ്റെ മകനെ സൗഖ്യമാക്കി. ഇന്ന് അവൻ വളരെ ആരോഗ്യത്തോടെ അവൻ ദൈവകൃപയിലായിരിക്കും. 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ കുടുംബമായ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. ഇന്ന് ദൈവം അയക്കുന്നിടത്തെല്ലാം കടന്നുപോയി സുവിശേഷം പ്രസംഗിക്കാനും ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും, നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങൾ, സിക്കിം ഒഴികെ, സിക്കിമിൽ മാത്രമേ നോർത്ത് ഈസ്റ്റ് ഭാഗത്തിൽ പോയിട്ടുള്ളൂ. ബാക്കിയുടെ ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളും കടന്നു പോകുക, പലവട്ടം കടന്നു പോകാൻ 2000 മുതൽ ഈ 2024 വരെയും കടന്നു പോകാൻ ദൈവം സഹായിച്ചു. ദൈവം എന്ന് വെച്ചാൽ ഈ വർഷം ഒക്ടോബറിൽ ഒന്നുകൂടെ ഞങ്ങൾ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു. ഞാനും ഭാര്യയും ഒരു മകനും ഉണ്ട്. പപ്പ എന്നോട് കൂടെയുണ്ട്. പപ്പ ഇപ്പോൾ വാർദ്ധക്യ സഹജമായ ബലഹീനാവസ്ഥയിൽ വീട്ടിലായിരിക്കുന്നു. ഇപ്പോൾ കർത്താവ് വായിക്കുന്നിടത്തെല്ലാം കടന്നുപോയി സുവിശേഷം പ്രസംഗിക്കാനും കർത്താവിനെ ഉയർത്തുവാനും ദൈവം എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. പ്രിയമുള്ളവർ, നിങ്ങളുടെ ജീവിതത്തിൽ ഈ സാക്ഷ്യം ഒരു അനുഗ്രഹമായി തീരട്ടെ. കർത്താവിൻ്റെ വേലയ്ക്കൊണ്ട് ഞാൻ കർത്താവ് വിളിച്ച് ആ വിളി കേട്ട് ഞാൻ ഇറങ്ങി തിരിച്ചപ്പോൾ അനേകർ എന്നെ കൈവിട്ടു. എൻ്റെ ബന്ധുക്കൾ, എൻ്റെ പ്രിയപ്പെട്ടവരെല്ലാം എന്നെ കൈവിട്ടു. എൻ്റെ കൂട്ടുകാരെല്ലാം എന്നെ കൈവിട്ടു. അവിടെ എല്ലാം എൻ്റെ ദൈവം എന്നോട് കൂടെ ഉണ്ടായിരുന്നു. എൻ്റെ ദൈവം എന്നെ ഉപേക്ഷിച്ചിട്ടേയില്ല. എൻ്റെ ദൈവം എന്നെ ഒരിടത്തും തള്ളിക്കളഞ്ഞിട്ടില്ല. ആ കർത്താവിനെ നടത്തിക്കൊണ്ടേയിരുന്നു. ആ കർത്താവിനെ പരിപാലിച്ചു കൊണ്ടേയിരുന്നു. ഒരുപാട് പേരെന്നെ നിരാശപ്പെടുത്തുമ്പോൾ, ഒരുപാട് പേരെന്നെ നിരുത്സാഹപ്പെടുത്തുമ്പോൾ, എനിക്ക് സ്ഥിരമായ ഒരു വരുമാനമില്ലാതെ തളർന്നു പോയ സമയങ്ങളിലെല്ലാം ഈ ദൈവം എന്നെ കരം പിടിച്ച് നടത്തി. ദൈവം എന്നെ അത്ഭുതകരമായി നടത്തുവാനായിട്ടിടയായി. സ്തോത്രം. ഹല്ലേലൂയ. ഇത്രത്തോളം എന്നെ ദൈവം നടത്തി. ഹല്ലേലൂയ. കർത്താവിൻ്റെ സാക്ഷ്യവുമായി നിൽക്കുവാൻ അനേകയിടങ്ങളിൽ ദൈവം എന്നെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. സ്തോത്രം. അനേകയിടങ്ങളിൽ കടന്നുപോയി പല ഭാഷകൾ പാടുവാൻ, പ്രാർത്ഥിപ്പാൻ ദൈവം എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. പലതവണ ഭാരതത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം പ്രയർ വാക്കായി പല ടീമായി കടന്നുപോയി ഭാരതത്തിനായി പ്രാർത്ഥിപ്പാൻ ദൈവം സഹായിച്ചു. ഈ മാസവും മെയ് മാസവും ഞങ്ങൾക്ക് ഈ കഴിഞ്ഞ മാസം മാർച്ച് മാസവും ഞങ്ങൾക്ക് തെലങ്കാനയിൽ കടന്നുപോയി കർത്താവിൻ്റെ നാമത്തിൽ ആ ദേശത്തെ അവകാശം പറഞ്ഞ് പ്രാർത്ഥിപ്പാൻ ദൈവം സഹായം. തൊട്ടുമുള്ള മാസം ഗോവ, മഹാരാഷ്ട്രയിൽ കടന്നുപോയി ആ സംസ്ഥാനങ്ങൾക്കായി പ്രാർത്ഥിപ്പാൻ ദൈവം സഹായിച്ചു. ദൈവം അനുവദിച്ചാൽ വരുന്ന മാസങ്ങളിൽ ഉത്തരാഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനം കടന്നു പോകാൻ പ്രാർത്ഥിപ്പാൻ ഞങ്ങൾ ദൈവകൃപയിൽ ആശ്രയിച്ച് ആയിരിക്കുന്നു. സ്തോത്രം. പ്രിയമുള്ളവരെ, ഈ സാക്ഷ്യം ഞാൻ എന്തുകൊണ്ടിങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ വിളി കേട്ട് ഒരുവൻ ഇറങ്ങിത്തിരിച്ചാൽ ഒരിക്കലും അവന് വഴിയിൽ കൈവിടുന്നവനല്ല എൻ്റെ ദൈവം. കൂട്ടുകാർ കൈവിടും, വീട്ടുകാർ കൈവിടും, അവരെല്ലാവരും കുറ്റപ്പെടുത്തുമായിരിക്കും. പക്ഷേ ഈ ദൈവത്തിൻ്റെ ബലമുള്ള കരത്തിൽ നമ്മൾ ആശ്രയം വെച്ചാൽ ആ ദൈവം ഒരിടത്തും നമ്മുടെ തലകുനിയാതെ ദൈവം അതിശയമായി നടത്തും. 25 വർഷമായി ദൈവം എന്നെ നടത്തുന്നു. എൻ്റെ മകൻ്റെ വിദ്യാഭ്യാസത്തിൽ ഒരു മാസം പോലും അവൻ ഫീസ് മുടങ്ങിയിട്ടില്ല. അവൻ്റെ സ്കൂൾ വാൻ ഫീസ് മുടങ്ങിയിട്ടില്ല. അവൻ്റെ ഒരാവശ്യത്തിനും മുടക്കം വന്നില്ല. ഞങ്ങളുടെ ഒരാവശ്യത്തിനും മുടക്കം വന്നിട്ടില്ല. സ്ഥിരമായി ഞങ്ങൾക്കൊരു വരുമാന മാർഗ്ഗമില്ല. കർത്താവിൻ്റെ പേരിൽ ഞങ്ങൾ കടന്നു പോകുമ്പോൾ ദൈവമക്കൾ തരുന്ന സ്വോത്രക്കാഴ്ച മാത്രമാണ് ഞങ്ങളുടെ വരുമാന മാർഗ്ഗം. ഒരിടത്തും ഞാൻ സ്വോത്രക്കാഴ്ച പറഞ്ഞ് പോകാറില്ല. തന്നാലും തന്നില്ലെങ്കിൽ ഞാൻ ദൈവത്തിന് സ്തോത്രം പറയും. പക്ഷേ ഇന്ന് വരെ എന്നെ ദൈവം വിശ്വസ്തനായി എന്നെ പരിപാലിച്ചു, എന്നെ പരിപാലിച്ച് നടത്തിക്കൊണ്ടേയിരിക്കുന്നു. സ്തോത്രം. അതുമാത്രമല്ല, 7 വർഷം എനിക്ക് മക്കളില്ലായിരുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ സ്തോത്രം ഏത് വിഷയത്തിൽ നിങ്ങൾ നിരാശപ്പെടുന്നുവോ, അസാധ്യമെന്ന് പറയുന്ന വിഷയങ്ങളായിരിക്കും നിങ്ങൾ നടുവിലായിരിക്കുന്നത്. എന്നാൽ സ്തോത്രം, ആരെല്ലാം എന്തെല്ലാം പറഞ്ഞ് നോ എന്ന് പറഞ്ഞാലും അവിടെ യെസ് എന്ന് പറയുവാൻ ഒരുക്കമുള്ളൊരു ദൈവം നമ്മോട് കൂടെയുണ്ട്. സ്തോത്രം. എല്ലാ വഴിയും അതിലും അടഞ്ഞാലും സകല മനുഷ്യനെ സ്നേഹിക്കുന്ന, ജാതിയോ മതമോ വർഗമോ വ്യത്യാസമില്ലാതെ, ഇതൊന്നും ചോദിക്കുക, ഒരു കണ്ടീഷനും വയ്ക്കാതെ നമ്മെ സ്നേഹിക്കുന്ന ഒരു സ്നേഹവാനായ ദൈവമുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി ദൈവം അത്ഭുതം ചെയ്ത ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ വിശ്വസ്തനാണ്. നിങ്ങളുടെ ജീവിതത്തിൽ അടഞ്ഞ വഴികൾ കാണും. സ്തോത്രം. നിങ്ങൾ അടച്ചു വച്ച അധ്യായങ്ങൾ കാണും. വിശ്വാസത്തോടെ അതിന് ഒന്നുകൂടെ തുറക്ക്. ദൈവത്തോട് പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാൻ ഇടയായിത്തീരും. ഞങ്ങളുടെ മകൻ അവൻ ജനിച്ച് അവൻ സംസാരിക്കാൻ തുടങ്ങിയ സമയം മുതൽ അവൻ രാവിലെ ഉറക്കം എഴുന്നേൽക്കുമ്പോൾ ഞാൻ അവൻ്റെ ബെഡിൽ പോയിരിക്കും. ഞാൻ അവനോട് പറഞ്ഞ് പഠിപ്പിക്കുമായിരുന്നു, മക്കളെ, പപ്പയ്ക്കും അമ്മയ്ക്കും നിന്നെ തന്നത് ആരടാന്ന് ചോദിക്കുമ്പോൾ അവൻ ഉറപ്പോടെ പറയും യേശോപ്പനെന്ന്. ഇന്ന് അവൻ 14 വയസ്സായി. ഇന്നും അവനോട് ചോദിച്ചാൽ അവൻ പറയും യേശോപ്പനാണ് പപ്പയ്ക്കും അമ്മയ്ക്കും എന്നെ കൊടുത്തതെന്ന് അവൻ ധൈര്യത്തോട് പറയും. അവൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി അവൻ വളർത്തപ്പെടുന്നു, ഒരുക്കപ്പെടുന്നു. സ്തോത്രം. അതുമാത്രമല്ല, എൻ്റെ മകന് ടൈഫോയിഡ് ബാധിക്കപ്പെട്ട് വളരെ ക്രിട്ടിക്കലായി അവൻ ICUവിലായിരിക്കുമ്പോൾ അവിടെയുള്ള പലരോടും സുവിശേഷം പറയുവാൻ ദൈവം എന്നെ സഹായിച്ചു.
മറ്റൊരു കാര്യം കൂടെ സംഭവിച്ചു. എൻ്റെ മോൻ്റെ ഒരു കാര്യങ്ങൾ കുറച്ച് മരുന്നൊക്കെ വാങ്ങി ഐസുവിനകത്ത് കൊടുക്കാൻ വേണ്ടി പോകുമ്പോൾ ഐസുവിന് പുറത്ത് ഒരു ഭാര്യയും ഭർത്താവും വളരെ കരച്ചിലോടെ നിൽക്കുകയാണ്. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ആരെന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങൾ യേശുവിൽ വിശ്വസിച്ചാൽ യേശു നിങ്ങളെ മകനെ സൗഖ്യമാക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഭാര്യ പറഞ്ഞു, പറ ചേട്ടാ പറ നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് മോനെ തിരികെ വേണമല്ലോ. പക്ഷേ അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഇദ്ദേഹം പറഞ്ഞതനുസരിച്ചാണെങ്കിൽ നമ്മൾ നാളെ തൊട്ട് ബൈബിൾ കൊണ്ട് പള്ളിയിൽ പോകണമെന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു, പള്ളിയിൽ പോകണം, ബൈബിൾ എടുക്കുന്നത് ഞാൻ പറയുന്നില്ല, നിങ്ങൾ യേശുവിനോട് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ഈ മോനെ ദൈവം തിരികെ തരുമെന്ന് പറയാനിടയായി. പക്ഷേ അവർ എന്തുകൊണ്ടോ അദ്ദേഹം പിടിവാശിക്കാരനായ അദ്ദേഹം അതനുസരിക്കാതെ പോയി. സംഭവിച്ച അദ്ദേഹത്തിൻ്റെ മകൻ മരണപ്പെടുവാനായിട്ട് ഇടയായി. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരം, ഞാൻ പറഞ്ഞതനുസരിക്കാതെ മരിച്ചു പോയി എന്നല്ല, ആ നിമിഷം ഒന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ മകനെ ദൈവം സൗഖ്യമാക്കി നൽകുമായിരുന്നു. എൻ്റെ മോൻ ഐസിയിലായിരിക്കുമ്പോൾ സുഖമായി തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് വന്നപ്പോൾ എൻ്റെ ഭാര്യയോട് ചോദിച്ചു, നീ ഭയങ്കര പേടിയുള്ളവളായിരുന്നല്ലോ, നീ എങ്ങനെ 17 ദിവസം അവനോട് ആശുപത്രിയിലിരുന്നു? അവൾ പറയും, ചേട്ടാ, ഞാൻ എൻ്റെ മോനെ നോക്കുമ്പോൾ അവന് ബോധമില്ലാതെ മരിച്ചവനെ പോലെ കിടക്കും, എൻ്റെ കണ്ണിൽ ഒരു ഇരുട്ട് കയറും, പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ നിന്നൊരു വാക്യം വരും, നിനക്കൊരു അനർത്ഥവും ഭവിക്കുകയില്ല, ഒരു ബാധ്യത നിൻ്റെ കൂടാരത്തിന് അടുക്കുകയില്ല. ആ വചനം എൻ്റെ ഉള്ളിലേക്ക് കയറി വരുമ്പോൾ വലിയൊരു ധൈര്യം എനിക്ക് കിട്ടും, ഞാൻ എൻ്റെ മകനെ ശുശ്രൂഷിക്കും. മറ്റൊരു കാര്യം കൂടെ എൻ്റെ ഭാര്യ പറഞ്ഞു, ഡോക്ടർമാർ നമ്മുടെ മോൻ്റെ അടുത്തൊക്കെ മാത്രം വരികയില്ല, അവർ മെയിൻ ഡോക്ടർമാരിൽ മാറിയെന്ന് അവർ ചർച്ചയാണ്, ഇനി എന്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. നേഴ്സുമാർ ഞങ്ങളുടെ മോൻ്റെ ഡ്രസ്സ് മാറ്റില്ല, ബാക്കി എല്ലാ കുഞ്ഞുങ്ങളെയും ഡ്രസ്സ് മാറ്റും, എൻ്റെ ഭാര്യ എൻ്റെ ഡ്രസ്സെല്ലാം മാറ്റണം. സ്തോത്രം. എന്നാൽ അത്ഭുതം എന്ന് പറയട്ടെ, എൻ്റെ മകനെ ദൈവം സൗഖ്യമാക്കി. ഞങ്ങളുടെ ജീവിതത്തിൽ സ്തോത്രം എന്ത് വിഷയത്തിൽ കടന്നു പോകുന്നുവോ, ഈ ദൈവത്തിൽ ആശ്രയം വെച്ചാൽ ദൈവം നിങ്ങൾ ഒരിക്കലും കൈവിടുകയില്ല. ഈ ദൈവം അന്ത്യം വരെ നടത്തുവാൻ വിശ്വസ്തനാണ്. മരണപര്യന്തം വിശ്വസ്തനായിരുന്നാൽ ജീവകരം പ്രാപിപ്പാൻ ദൈവം നമ്മെ സഹായിക്കും. ലവ് ആർമി ക്രൂസൈഡ് എന്ന സംഘടനയിലൂടെ 13 വർഷം ഇന്ത്യയുടെ 18ഓളം സംസ്ഥാനങ്ങളിൽ ക്രിസ്തുവിന്റെ സാക്ഷിയായി അലക്സ് സഞ്ചരിച്ചു. യൗവനകാലത്ത് വഴിതെറ്റിപ്പോയ ജീവിത വഴികളിൽ നിന്നും ക്രിസ്തു സ്നേഹത്തിൽ പിടിക്കപ്പെട്ട അലക്സ് ഇന്ന് അനേകരുടെ ഹൃദയങ്ങളിൽ ദൈവസ്നേഹം പകർന്നുകൊണ്ട് സുവിശേഷീകരണ പ്രവർത്തനങ്ങളിൽ സജീവമായി തൻ്റെ യാത്ര തുടരുകയാണ്. അനേകർക്ക് പ്രചോദനമായി, അനേകർക്ക് ദൈവസ്നേഹം പകർന്നു നൽകി. സുവിശേഷകൻ അലക്സ് മരുതൂരിൻ്റെ ജീവിതാനുഭവങ്ങളും സാക്ഷ്യങ്ങളും പങ്കുവച്ചുകൊണ്ട് മാനസാന്തരത്തിൻ്റെ പടവുകൾ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. സുവിശേഷകൻ NS രാജേഷിൻ്റെ ജീവിതാനുഭവങ്ങളും സാക്ഷ്യങ്ങളും പങ്കുവച്ചുകൊണ്ട് മാനസാന്തരത്തിൻ്റെ പടവുകൾ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ശിൽവാ